ഹലോ. നമ്മള് മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോവുകയാണ്. 1ഉം 2ഉം ചാപ്റ്റർ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ടാണ് ഇവിടെ വരുന്നതെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററിന്റെ പേരാണ് പില്ല. പില്ല ഇതൊരു കുഞ്ഞു കവിതയാണ്. പില്ല എന്ന് പറഞ്ഞാൽ പപ്പിക്കുട്ടി അല്ലെങ്കിൽ നായ്ക്കുട്ടിയാണ്. സഫ്ദർ ഹാഷ്മി എന്ന ആളാണ് ഈ ഒരു കവിത എഴുതിയിരിക്കുന്നത്. നീതുവിനെയും അവളുടെ പപ്പിക്കുട്ടിയും എല്ലാവർക്കും ഓർമ്മയുണ്ടോ? മുന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു അല്ലേ, എങ്ങനെയാണ് നീതുവും പപ്പിക്കുട്ടിയും ആദ്യമായി കണ്ടതെന്നും അവര് ഫ്രണ്ട്സ് ആയതുമൊക്കെ. നീതുവിന്റെ പപ്പിക്കുട്ടിയെ പറ്റിയുള്ള കവിതയാണിത്. നമുക്ക് വായിച്ചു നോക്കാം. नीदू का था पिल्ला एक, बदन पे उसके रोए अनेक, छोटी टांगे लंबी पूछ, बुरी दाढ़ी काली मूछ, मक्की से वह लड़ता था, खड़े खड़े गिर पड़ता था. ആദ്യത്തെ വരി നീതു കാഥ പില്ല ഏക്. പില്ല എന്ന് പറഞ്ഞാൽ പപ്പിക്കുട്ടിയാണെന്ന് നമ്മൾ പറഞ്ഞു. നീതു കാഥ, നീതുവിന് ഒരു പപ്പിക്കുട്ടി ഉണ്ടായിരുന്നു. ഏക് എന്ന് പറഞ്ഞാൽ ഒന്ന്. നീതുവിന് ഒരു പപ്പിക്കുട്ടി ഉണ്ടായിരുന്നു. ബദൻ പെ ഉസ്കെ റൂയെ അനേക്. ബദൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ബോഡി, പപ്പിക്കുട്ടിയുടെ ബോഡി. അതില് റൂയെ രോമങ്ങൾ, അനേക് ധാരാളം. അതിന്റെ ശരീരത്തില് ധാരാളം രോമങ്ങൾ ഉണ്ടായിരുന്നു. ഉസ്കെ എന്ന് പറഞ്ഞാൽ ആ പപ്പിക്കുട്ടിയുടെ. നീതു കാത പില്ല ഏക്, ബദൻ പെ ഉസ്കെ റൂയെ അനേക്. നീതുവിനൊരു പപ്പിക്കുട്ടി ഉണ്ടായിരുന്നു. അതിന്റെ ശരീരത്തിൽ നിറയെ രോമങ്ങൾ ഉണ്ടായിരുന്നു. ചോട്ടി ടാങ്കെ ലംബെ പൂച്ച്. ടാങ്കെ എന്ന് പറഞ്ഞാൽ കാലുകള്. ചോട്ടി ടാങ്കെ ചെറിയ കാലുകള്. ലംബി പൂച്ച് നീളമുള്ള വാല്. നീളമുള്ള ലംബി പൂച്ച് വാല്. ഭൂരി ദാടി. ഭൂരി എന്ന് പറഞ്ഞാൽ ഒരു കളറാണ്. ബ്രൗൺ കളറിനാണ് ഭൂരി എന്ന് പറയുന്നത്. ദാടി താടി. കാലി മൂച്ച്. കാലി ബ്ലാക്ക് കളറാണ്. മൂച്ച് മീശയാണ്. അപ്പോ ചോട്ടി ടാങ്കെ ലംബി പൂച്ച് ചെറിയ കാലുകളും നീളമുള്ള വാലും. ഭൂരി ദാടി ബ്രൗൺ കളറുള്ള താടിയും. കാലി മൂച്ച് കറുത്ത മീശയും ആ പപ്പിക്കുട്ടിക്ക് ഉണ്ടായിരുന്നു. മക്കി സേവലെടുത്താധ. മക്കി എന്ന് പറഞ്ഞാൽ ഈച്ചയാണ്. മക്കീസെ ഈച്ചയോട്. വഹ് ഇവിടെ വെഹ് എന്ന് പറഞ്ഞാൽ ഈ പപ്പിക്കുട്ടിയാണ്. ലടുത്താത ഫൈറ്റ് ചെയ്യാറുണ്ടായിരുന്നു. ഖടേ ഖടേ. ഖടേ എന്ന് പറഞ്ഞാൽ നിൽക്കുക. ഖടേ ഖടേ നിൽക്കുന്ന സമയത്ത് തന്നെ ഗിർപടുത്താത. ഗിർപടന എന്ന് പറഞ്ഞാൽ വീണു പോവുക. അപ്പൊ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോ തന്നെ അത് വീണു പോവാറുണ്ടായിരുന്നു. ഗിർപടുത്താത. മക്കി സേവ ലടുത്താത അത് ഈച്ചയുടെ കൂടെ ഫൈറ്റ് ചെയ്യാറുണ്ടായിരുന്നു. ഘടേ ഘടേ ഗിർപടുത്താത നിൽക്കുമ്പം തന്നെ ഉരുണ്ട് വീണു പോവുമായിരുന്നു. നമുക്ക് ഒന്നുകൂടി വായിച്ചു നോക്കിയാലോ. नीदू कादा पिल्ला एक, बदन पे उसके रोए अनेक, छोटी टांगे लंबी पूछ, बुरी दाढ़ी काली मूछ, मक्की से वह लड़ता था, खड़े खड़े गिर पड़ता था. നല്ല കവിതയാണല്ലേ. എല്ലാരും ഇത് വീണ്ടും വീണ്ടും വായിച്ച് ബൈ ഹാർട്ട് പഠിക്കണം കേട്ടോ. നല്ല ഈണത്തിൽ വേണം പാടാൻ. ഇനി ഈ ചാപ്റ്ററിന്റെ എക്സസൈസ് ആണ്. ഇവിടെ ഓരോ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അത് വായിച്ചു നോക്കി അതിന്റെ ആൻസർ എഴുതുക. ആദ്യം തന്നെ ഇവിടെ നായ്ക്കുട്ടിയുടെ ചിത്രമുണ്ട്. ഒരു പാത്രത്തിൽ നിന്ന് അതെന്തോ കഴിക്കുന്നുണ്ട്. ഇവിടുത്തെ ചോദ്യം എന്താണ്? ക്യാ ഖാന പസന്ദ് ദാ. ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടോ? ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഹിന്ദിയില് ഒരു സെന്റൻസില് ഒരു ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടാവും. ഇവിടെ ക്യാ എന്നത് ഒരു ക്വസ്റ്റ്യൻ വേർഡ് ആണ്. ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ അറിയാം വാട്ട്, വൈ, ഹൗ എന്നൊക്കെ ചോദിക്കില്ലേ? അങ്ങനെയുള്ള ചോദ്യം വരുമ്പോ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ആ ഒരു ക്വസ്റ്റ്യൻ വേർഡിനെ മാറ്റി അതിന് പകരം ആ ഒരു സെന്റൻസിൽ ഉത്തരം ആഡ് ചെയ്യണം അല്ലേ? ഇവിടുത്തെ ചോദ്യമാണ് ക്യാ ഖാന പസന്ദ. എന്ത് കഴിക്കാനാണ് ഇഷ്ടമുള്ളത്? ഈ പപ്പിക്കുട്ടിക്ക് എന്ത് കഴിക്കാനായിരുന്നു ഇഷ്ടം? മുന്നത്തെ ചാപ്റ്ററിൽ ഒന്ന് ഓർത്ത് നോക്കിയേ. എന്തായിരുന്നു കഴിക്കാൻ ഇഷ്ടം? ചായ് കെ സാത്ത് ബിസ്കുട്ട് ഖാന പസന്ദ. ഇവിടെ ക്യാ മാറ്റിയിട്ട് അതിന് പകരം ചായ് കെ സാത്ത് ബിസ്കുട്ട്, ചായയുടെ കൂടെ ബിസ്ക്കറ്റ് എന്നാക്കി മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്.
ഉത്തരമാണ് ചായ് കെ സാത്ത് ബിസ്കൂട്ട് പിന്നെ ഖാന പസന്ദ് താ. ഇവിടെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ക്വസ്റ്റ്യൻ മാർക്കും അത് ആൻസർ ആയതുകൊണ്ട് ഒരു ഫുൾ സ്റ്റോപ്പ്, ഹിന്ദിയിൽ ഫുൾ സ്റ്റോപ്പ് ഇടുന്നതാണ് ഇങ്ങനെ ഒരു ലൈൻ ഇട്ടിട്ട്. അതൊരു സെന്റൻസ് ഫിനിഷ് ആയി എന്നാണ് അർത്ഥം. ഇപ്പൊ ഒരു സെന്റൻസ് ഫിനിഷ് ആവുമ്പോൾ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക, അതാണ് ഫുൾ സ്റ്റോപ്പ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. ഇവിടെ എന്ത് ചിത്രമാണുള്ളത്? ഒരു ഫാനിന്റെ അടിയിൽ ഈ പപ്പിക്കുട്ടി ഉറങ്ങുകയാണ്. കിസ്കെ നീച്ചെ സോത്താ ഥാ. കിസ്കെ, ഈ ക്വസ്റ്റ്യനില് കിസ്കെ ആണ് ക്വസ്റ്റ്യൻ വേർഡ്. ഇപ്പൊ എന്ത് ചെയ്യണം? ഇതിനെ മാറ്റി ഉത്തരം ഇവിടെ വേണം ആഡ് ചെയ്യാൻ. എന്തിന്റെ അടിയിലായിരുന്നു ഉറങ്ങാൻ ഇഷ്ടം? ഫാനിന്റെ അടിയിലാണ്. ഫാനിന്റെ ഹിന്ദി എന്താണ്? ഹാ, പങ്ക. പങ്കേക്ക് നീച്ചെ സോത്താ ഥാ. ബാക്കി ഒന്നും മാറ്റിയിട്ടില്ല. കിസ്കെ പങ്കേക്ക്. കിസ്കെ പങ്കേക്ക്. പങ്കേക്ക് നീച്ചെ സോത്താ ഥാ. അടുത്ത ചിത്രത്തില് കളിക്കുകയാണ് അല്ലേ? കിസ്കെ സാത്ത് ഖേൽത്താ ഥാ. കിസ്കെ, ആരുടെ, അതാണ് ക്വസ്റ്റ്യൻ വേർഡ്. കിസ്കെ സാത്ത്, ആരുടെ കൂടെ, ഖേൽത്താ ഥാ, ആരുടെ കൂടെയായിരുന്നു കളിക്കാറ്? नीतू के साथ खेलता था. किसके? नीतू के. किसके? नीतू के. नीतू के साथ खेलता था. എന്നിട്ട് ഒരു ലൈൻ ഇട്ടത് കണ്ടോ? അതാണ് ഫുൾ സ്റ്റോപ്പ്. ഇൻകി മദദ് സേ കവിത മേ പങ്ക്തിയാം ജോഡേ. ഇവിടുത്തെ മുഴുവനായിട്ടുള്ള ഒരു ആക്ടിവിറ്റി എന്താണ്? ആ കവിതയിൽ ഇനിയും വരികൾ ആഡ് ചെയ്യണം. എന്തിന്റെ ബേസിലാണ്? ഈ തന്നിരിക്കുന്ന ആൻസേഴ്സിന്റെ ബേസിലാണ്. ഈ തന്നിരിക്കുന്ന ഉത്തരങ്ങൾ ചേർത്ത് ആ കവിതയിൽ കുറച്ച് വരികൾ കൂടി നമ്മൾ ചേർക്കാൻ പോവാണ്. ഇവിടെ ഈ കവിത എൻഡ് ചെയ്യുന്നത് മക്കി സേ വഹ്ലഡ്താ ഥാ ഘടേ ഘടേ ഗിർ പഡ്താ ഥാ 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 എന്നാണ് എൻഡ് ചെയ്യുന്നത്. ഈ രീതിയിൽ തന്നെ നമുക്ക് ബാക്കി വരികളും ചേർക്കാം. എങ്ങനെയാണത്? അടുത്ത വരി ഈ ലൈൻ അതേപോലെ താഴേക്ക് എഴുതി വെച്ചിരിക്കുകയാണ്. चाय के साथ बिस्कुट खाता था, നീതു के साथ खेलता था. ചായയുടെ കൂടെ ബിസ്ക്കറ്റ് കഴിക്കായിരുന്നു, അതുപോലെ നീതുവിന്റെ കൂടെ കളിക്കുമായിരുന്നു. ഇനി അടുത്ത ലൈനോ? പങ്കേക്ക് നീച്ചെ സോത്താ ഥാ. 3 വരിയേ ഉള്ളൂ, പക്ഷെ അതൊന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഒരു ലൈനും കൂടി ആഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബഹുത് ഖുഷ് വഹ്താ ഥാ. വളരെയധികം സന്തോഷത്തോടെയായിരുന്നു അത് ജീവിച്ചുകൊണ്ടിരുന്നത്. ഈ വരികൾ അതുപോലെ എഴുതിയതാണ്. അവസാനം മാത്രം നമ്മൾ ഒരു പുതിയ ലൈൻ ആഡ് ചെയ്തിരിക്കുകയാണ്. ബഹുത് ഖുഷ് എന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷത്തോടെ, ഖുഷി, ഹാപ്പിനെസ്. വഹ്താ ഥാ, അത് ജീവിക്കുന്നുണ്ടായിരുന്നു. പരിചിത് ശബ്ദോം പർ ഗോല ലഗായേ. നിങ്ങൾക്ക് പരിചയമുള്ള ശബ്ദത്തില് ഗോല എന്ന് പറഞ്ഞാൽ സർക്കിൾ, സർക്കിൾ ചെയ്യാനാണ് പറയുന്നത്. ആദ്യം എന്താണ് ഇവിടെ തന്നിരിക്കുന്നത് എന്ന് നോക്കാം. രാത് കാ സമയ ഥാ. രാത്രിയായിരുന്നു, സമയം രാത്രി ആയിട്ടുണ്ടായിരുന്നു. നീതു കെ ഹാത്ത് മേ കിതാബ് തി. നീതു കെ ഹാത്ത് മേ, നീതുവിന്റെ കയ്യിൽ കിതാബ് ധി, പുസ്തകം ഉണ്ടായിരുന്നു. നീതു ഘർ കെ ബാഹർ ധി. നീതു എവിടെയാ ഉണ്ടായിരുന്നത്? ഘർ കെ ബാഹർ. ബാഹർ എന്ന് പറഞ്ഞാൽ പുറത്ത്, വീടിന്റെ പുറത്ത് ആയിരുന്നു. അമ്മ ചായ് ലേക്കർ ആയി. അമ്മ ചായ്, ചായ, ലേക്കർ എടുത്തുകൊണ്ട്, ആയി വന്നു. നീതു ഖുഷ് ഹുയി. നീതു ഹാപ്പി ആയി. നീതു ഖുഷ് ഹുയി. ഇതില് ഏതൊക്കെ വാക്കുകളാണ് നിങ്ങൾക്ക് പരിചയമുള്ളത്? അതിനെയൊക്കെ നിങ്ങൾ സർക്കിൾ ചെയ്യാം. നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. രാത്, രാത്രി. സമയ്, സമയം. കിതാബ്, നായ്ക്കുട്ടി പുസ്തകം വായിച്ചത് നമ്മൾ കണ്ടു അല്ലേ? പുസ്തകം. ഹാത്ത്, കൈ. ഘർ, വീട്. ബാഹർ, പുറത്ത്. ചായ്, ചായ. അതുപോലെ നിങ്ങൾക്ക് പരിചയമുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ സർക്കിൾ ചെയ്യാം. അതിനുശേഷം പരിചിത് ശബ്ദ ലിഖേ. ആ വാക്കുകളൊക്കെ ഇവിടേക്ക് മാറ്റി എഴുതുക. രാത്ത് എന്ന് എഴുതുക. രാ, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു 2 പോലെ എഴുതുക. രാ, എന്നിട്ട് അതിന്റെ രാ എന്നാക്കുക. ത, അതിനുശേഷം മുകളിലൊരു വര വരയ്ക്കുക. ഇപ്പൊ ആ വാക്ക് പൂർത്തിയായി. എന്താണിത് വായിക്കുക? രാത്. ഇനി സമയം എന്ന് എഴുതണമെങ്കിലോ ഇതുപോലെ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ സാ, പിന്നെ മുകളിൽ നിന്ന് വന്ന് മാ,
പിന്നെ ഇങ്ങനെ വന്ന് ഇയർ. അത് എഴുതിയതിന് ശേഷം ഒരു വര വരച്ച് അതിനെ കംപ്ലീറ്റ് ചെയ്യാം. സമയ്. ഇനിയോ കിതാബ് ആണെങ്കിൽ ക അതിനെ കി എന്നാക്കി മാറ്റാം. പിന്നെ ത ലൈൻ വരച്ച് താ എന്നാക്കാം. എന്നിട്ട് ബാ എഴുതാം. ഇവിടെ ലൈൻ വരച്ച കിതാബ്. ഇനി മുകളിലുള്ള വരയും കൂടി വരച്ചു കഴിഞ്ഞാൽ അത് പൂർത്തിയാകും. ഇവിടെ മുകളിൽ നോക്കി താഴെ ഇതുപോലെ എഴുതുക. ഓരോ വാക്കുകളും വായിക്കുന്നതും അതുപോലെ ആ വാക്കുകൾ എഴുതാൻ ശ്രമിക്കുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ അത് ശ്രദ്ധയോടെ തന്നെ ചെയ്തു നോക്കുക. പഠേ ഓർ സംജേ. പപ്പിക്കുട്ടിയുടെ 3 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഉറങ്ങുകയാണ്, ഒന്ന് ഭക്ഷണം കഴിക്കുകയാണ്, ഒന്ന് കളിക്കുകയാണ്. റൈറ്റ് സൈഡിൽ എന്താ എഴുതിയിരിക്കുന്നത്? സോത്താ ഹേ ഉറങ്ങുകയാണ്, ഖാത്താ ഹേ ഭക്ഷണം കഴിക്കുകയാണ്, ഖേൽത്താ ഹേ കളിക്കുകയാണ്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യത്തെ ചിത്രത്തില് ഉറങ്ങുകയാണ്, പില്ല സോത്താ ഹേ. ആദ്യത്തെ ചിത്രമാണ് പില്ല സോത്താ ഹേ. രണ്ടാമത്തെയോ പില്ല ഖാത്താ ഹേ. മൂന്നാമത്തെയോ പില്ല ഖേൽത്താ ഹേ. എങ്ങനെയാണ് ആദ്യത്തെ സെന്റൻസ് എഴുതുക? ആദ്യം തന്നെ പ എഴുതുക, എന്നിട്ട് അതിനെ പി ആക്കുക. ലായുടെ ഹാഫ് ആണ്, ലായുടെ പകുതി പിന്നെ ഫുൾ ലാ, അപ്പോഴാണ് ല, പില്ല. ഇനി പില്ല സ എഴുതുക, അതിനെ സോ ആക്കുക, താ എഴുതുക, ഇങ്ങനെ സോത്താ ഹേ. അത് ചെയ്യുകയാണ് ഇപ്പൊ. ഒരു ഫുൾ സ്റ്റോപ്പ്. പില്ല സോത്താ ഹേ. ഇതുപോലെ തന്നെ പില്ല ഖാത്താ ഹേ, പില്ല ഖേൽത്താ ഹേ നിങ്ങൾ എഴുതണം. അടുത്തത് ചിത്ര ദേഖേ ലിഖേ. ഇവിടെ തന്നിരിക്കുന്ന ചിത്രത്തിൽ നോക്കി എഴുതണം. എന്തായിരുന്നു ചെയ്യുന്നത്? ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണം കഴിക്കുന്നതിന് എന്താ പറയാ? ഖാത്ത. ഖേൽത്ത എന്ന് പറഞ്ഞാൽ എന്താ? കളിക്കുക. ഖാത്ത കഴിക്കുക, സോത്ത ഉറങ്ങുക. ഈ ചിത്രത്തിലുള്ളത് ഖാ ത. പില്ല ഖാത്താ ഹേ. ഇനി ഈ ചാപ്റ്ററിലുള്ള ഓരോ വാക്കുകളുടെയും അർത്ഥം മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ എൻഡിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് വേഗം വായിച്ചു നോക്കാം. പില്ല പട്ടിക്കുഞ്ഞ്, ഏക് ഒന്ന്, ബദൻ പേ അതിന്റെ ശരീരത്തിൽ, ഉസ്കെ എന്ന് പറഞ്ഞാൽ അതിന്റെ ഡോഗിന്റെ, രൂയേ രോമങ്ങൾ, അനേക് അനേകം വളരെയധികം കുറെ, ചോട്ടി ചെറിയ, ടാങ്കെ കാലുകൾ, ലംബി നീളമുള്ള, പൂച്ച് വാൽ, ഭൂരി അതൊരു കളറാണ്, ബ്രൗൺ കളറിനെയാണ് ഭൂരി എന്ന് പറയുന്നത്. ദാടി താടി രോമം, താടി. കാലി ബ്ലാക്ക് കളറാണ്, കറുത്ത. മൂച്ച് മീശ, മഖി ഈച്ച, ലഡ്താദ പൊരുതുമായിരുന്നു, ഫൈറ്റ് ചെയ്യുമായിരുന്നു, ഈച്ചയുടെ കൂടെ അടി കൂടുമായിരുന്നു. ഖടേ ഖടേ എഴുന്നേൽക്കുമ്പോൾ, ഗിർ പടുത്താത വീഴുമായിരുന്നു. ഈ ചാപ്റ്റർ ഇവിടെ കഴിയാണ്. എല്ലാവരും ഇതിന്റെ എക്സസൈസ് ഒക്കെ സ്വന്തമായി തന്നെ എഴുതാനും അതൊക്കെ വായിച്ചു നോക്കാനും ശ്രമിക്കുക. കവിത വീണ്ടും വീണ്ടും വായിച്ചു പഠിക്കുക. ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.